നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി എന്ന അതുല്യ നടന് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന വളരെ അതിദയനീയമായിട്ടുള്ള വാർത്തയുമായാണ് ഇപ്പോൾ പല ചാനലുകളും പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അതിന് തെളിവുകളായി പല വിവരങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. മമ്മൂട്ടി കുറച്ച് ചിത്രങ്ങളിലൊക്കെയും ബുക്ക് ചെയ്തിരുന്ന ആൾ ഇതിൽ നിന്ന് പിന്മാറിയതായി അറിയാൻ കഴിയുന്നു. പല സിനിമകളും പകുതി വരെ നിർത്തിവെച്ചിരിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത്. ദുൽഖറും തൻ്റെ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നു, ഒരു മാസം ബ്രേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടി വളരെയധികം കുടുംബത്തെ സ്നേഹിക്കുകയും തൻ്റെ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും വളരെ അധികം പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് എത്രത്തോളം മഹത്വത്തോടു കൂടിയാണ്. അവരവരുടെ കുടുംബത്തെയും ശരീരത്തെയുമൊക്കെ സമൂഹത്തെയുമൊക്കെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ഭക്ഷണ രീതിയെക്കുറിച്ചൊക്കെ വളരെയധികം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പല സെറ്റുകളിലും നിയന്ത്രണ വിധേയമായി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, പക്ഷേ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയും വളരെ ആരോഗ്യത്തെ സംരക്ഷിച്ചു പോന്നിരുന്നതായ മമ്മൂട്ടി തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും വളരെയധികം സൗന്ദര്യബോധം നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആളുകളൊക്കെയും ഒരു റോൾ മോഡലാക്കിയ വ്യക്തിയായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ഈ രോഗാവസ്ഥയിൽ വളരെ അധികം വേദനയോടുകൂടിയാണ് ആരാധകർ നോക്കിക്കാണുന്നത്. മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങളൊക്കെയും അതീവ ദുഃഖത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. 100 കോടി ബഡ്ജറ്റുള്ള ഒരു ചിത്രം പോലും നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയെപ്പോലുള്ള അതുല്യ കലാകാരന്മാർ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സിനിമാ ലോകം വളരെയധികം ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നതാണ്. മമ്മൂട്ടിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഈ വാർത്ത സത്യമാണോ എന്ന് പോലും ഉറപ്പ് പറയാൻ പോലും തോന്നുന്നില്ല. സത്യം ആകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മമ്മൂട്ടിയുടെ നല്ലൊരു ജീവിതം, മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു. എന്നിരുന്നാലും ഈ ക്യാൻസറിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തായിരിക്കാമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മമ്മൂട്ടിയെപ്പോലെ ഇത്രമാത്രം ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ഭക്ഷണ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ക്യാൻസർ പിടിച്ചത്? ഓരോ മനുഷ്യനും ഇത്രത്തോളം ക്ഷണികമാണ്. വളരെയധികം യുവത്വം തുളുമ്പുന്ന ഒരു ശരീരത്തോടു കൂടി ഇത്രയും നാൾ മമ്മൂട്ടി വളരെയധികം സന്തോഷവാനും ഉല്ലാസവാനുമായി ജീവിച്ചു. ഈ പ്രായത്തിൽ ഈ ക്യാൻസർ പിടിപെട്ടു എന്നുള്ളത് വളരെ ഖേദകരമായൊരു വസ്തുത തന്നെയാണ്. മമ്മൂട്ടിയുടെ കുടുംബത്തെ ഒന്നടങ്കം അത് ബാധിച്ചിരിക്കുകയാണ്. ദുൽഖർ തൻ്റെ സിനിമാ സെറ്റിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്തുകൊണ്ട് മമ്മൂട്ടിയുടെ ചികിത്സയ്ക്കായി ഓടി നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അറിയുവാനായിട്ട് കഴിയുന്നത്. ദാരുണമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്നും മമ്മൂട്ടിക്ക് മോചനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടെ സിനിമ മേഖലയിലേക്ക് തിരിച്ചു വരുവാൻ മമ്മൂട്ടിക്ക് കഴിയട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾക്ക് ഭാഗമായി മാറുവാനായിട്ട് മമ്മൂട്ടിക്ക് കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടിയുടെ രോഗം ഭേദമാകുന്നതിനായി അനേക ആയിരങ്ങൾ കേരള ജനത ഒന്നടങ്കം ആകാംക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നോക്കിയിരിക്കുകയാണ്. അനേകം നല്ല നല്ല സിനിമകളുടെ ഭാഗമായ മമ്മൂട്ടിയുടെ ജീവിതവും വളരെയധികം മൂല്യങ്ങൾ നിറഞ്ഞതായിരുന്നു. താൻ പിന്നിട്ട വഴികളിലുള്ള മനുഷ്യരെയൊന്നും മറക്കാതെ സഹായഹസ്തവുമായി ഓരോരുത്തരുടെ അടുത്തും എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. മമ്മൂട്ടിക്ക് ഏറെ പ്രിയപ്പെട്ട ആരെയും മറക്കാതെ തന്നെ കൈപിടിച്ച് സിനിമ മേഖലയിലേക്ക് കൊണ്ടുവന്നവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു മമ്മൂട്ടിക്കുണ്ടായിരുന്നത്. കുടുംബത്തെ, ഭാര്യയെ, മക്കളെയൊക്കെ അതീവ സ്നേഹത്തോടുകൂടി കുടുംബത്തിനും അതിൻ്റേതായ മൂല്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ്. പക്ഷേ മമ്മൂട്ടിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഒരു ഫാമിലിയെ കെട്ടിപ്പടുക്കുന്നതിനായിട്ട് സാധിച്ചു. സിനിമയിലും നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നതിനായിട്ട് സാധിച്ചു. എപ്പോഴും തൻ്റെതായ വാക്കുകൾ കൊണ്ട് ആളുകളെ ആകർഷിച്ചിരുന്നു. തൻ്റെ ശരീരപ്രകൃതവും വാക്കുകളുമൊക്കെ മനുഷ്യർക്ക് ഏറെ പ്രയോജനകരമായി മാറണം. എന്തെങ്കിലും ഒരു ആശയം തന്നിൽ നിന്ന് തന്നെ ആരാധിക്കുന്ന ആളുകൾ ഉൾക്കൊണ്ടു വേണം മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആരും തന്നെ ആരാധിക്കേണ്ട, താനൊരു സിനിമാ നടൻ മാത്രമാണെന്ന് കേവലം വാക്കുകളിലേക്ക് ഒതുങ്ങിയായിരുന്നു മമ്മൂട്ടിയുടെ ജീവിതവും ആശയങ്ങളുമെല്ലാം.